നമസ്കാരം കൂട്ടുകാരി. വെൽക്കം ടു കുറുമ്പീസ് നീരു പിങ്കു യൂട്യൂബ് ചാനൽ. ഇവിടെ എന്ത് ഇറിറ്റേഷൻ വന്നാലും നിങ്ങളത് കാര്യമാക്കരുത്. എൻ്റെ സൗണ്ടിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു മിനിറ്റ്. കിഡ്സ്, നിങ്ങളും സ്കൂൾ കുട്ടികളാവും. കാരണം ഇത് ഞാൻ പറയുന്നത് സ്കൂൾ കുട്ടികളോടും പാരൻസിനോടുമാണ്. എൻ്റെയും എൻ്റെ ചേച്ചീൻ്റെയും കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് പറയാം. എന്താ പറയുക, എല്ലാ ദിവസവും സ്കൂള്, സാറ്റർഡേ സൺഡേ മാത്രം അവധി. ബാക്കി എല്ലാ ദിവസവും മറ്റേ പുഴുവിനെ പോലെ, മണ്ണിൽ പുഴു അരിയുന്ന പോലെ ഞങ്ങൾ പുഴുവിനെ പോലെ അരിഞ്ഞ് വാനിൽ കയറി സ്കൂളിൽ പോകും. ബട്ട് ഗൈസ്, എനിക്ക് തീരെ നല്ലതാണെന്ന് തോന്നുന്നില്ല. ഈ ഒരു പരിപാടി മാറ്റണം. നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന പരിപാടി, വീട്ടിലിരിക്കുക, ടി വി കാണുക, ഫോൺ നോക്കുക, അതൊക്കെ നല്ല പരിപാടിയായിരുന്നു. ചിലപ്പോൾ ഇനി നിങ്ങളുടെ കാലം, അതായത് ഞാൻ വലുതാകുമ്പോഴൊക്കെ അങ്ങനത്തെ കാലമൊക്കെ വരാം. ഇപ്പോഴത്തെ ടെക്നോളജിയുടെ കാലമാണല്ലോ ഇത്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. എന്തായിരുന്നു, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വരും, വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കട്ട്ലറ്റോ ദോശയോ കഴിക്കാൻ സമയം കിട്ടില്ല. അപ്പോഴേക്ക് ട്യൂഷന് പോയി പിറ്റേ ദിവസം അതേപോലെ സ്കൂളിൽ പോകും, സ്കൂളിൽ നിന്ന് വരും. സ്കൂളിൽ നിന്നും നല്ല സ്ട്രെസ്സാണ് ഗൈസ്. നോട്ട് ടെസ്റ്റ്, ഡിക്റ്റേഷൻ, അതൊക്കെ കൂടി സ്ട്രെസ്സാണ്. അപ്പം കുട്ടികളുടെ മനസ്സുകൂടി നിങ്ങൾ പാരൻസ് ഒന്ന് ആലോചിക്കണം. ഞാനൊരു കുട്ടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലെസൺ എടുത്തു തരുന്നത് ഞാൻ. കാരണം അത് കുട്ടികൾക്ക് ഇത്ര സ്ട്രെയിൻ ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ടോ? എന്നിട്ട് എന്താ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇങ്ങനെ അതുകൊണ്ട് കുട്ടികൾ ഫുള്ള് സ്ട്രെസ്ഡ് ആണ് കുട്ടികൾ. അത് പക്ഷെ നല്ലൊരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. പിന്നെന്തെങ്കിലും അപ്പോൾ എനിക്ക് പിന്നെ ട്യൂസ്ഡേ സ്കൂളിൽ പോവും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ദോശയും വീട്ടിൽ കഴിക്കാൻ സമയം കിട്ടുമോ? പഴം പോലും കഴിക്കാൻ സമയം കിട്ടില്ല. അപ്പോഴേക്കും ഡാൻസിന് പോകണം. ഇതിങ്ങനെ സ്ട്രെസ്സായിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും 7 മണി, രാത്രി 6 മണിയൊക്കെ ആകും. അത് കഴിഞ്ഞ് മേല് കഴിക്കുന്നു, ഫ്രഷായിരിക്കുമ്പോഴേക്കും പിന്നെയും ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഹോംവർക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, നോട്ട് കംപ്ലീറ്റ് ചെയ്യുക, ഹോംവർക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഇത് തന്നെയാണ് ഞങ്ങൾ സ്ഥിരം ടൈം ടേബിൾ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ഇതൊരു മോശം വസ്തുവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരു കുട്ടികൾക്ക് കൊടുക്കരുത്. കുറേ കുട്ടികൾക്ക് ഇത് വളരെ സ്ട്രെസ്സാണ്. ഇത് ഞാനിപ്പോൾ ഒരു റൂമിൽ വന്ന് അടച്ചിരുന്ന് പറയുകയാണ്. ബിക്കോസ് ഗൈസ്, ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് അമ്മേനോട് ചർച്ച ചെയ്തത്. അമ്മ ചിരിക്കുകയാണ് ചെയ്തത്. ബട്ട് ഞാൻ വിചാരിച്ചു, എന്തിനാണ് അമ്മ ചിരിക്കുന്നത്? കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കും, ഞാൻ എന്താ പറയണത്? അങ്ങനെയല്ല, ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, സോറി. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു. അന്നത്തെ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ഞങ്ങളുടെ അവസ്ഥ, അതായത് നമ്മളുടെ കുട്ടികളുടെ അവസ്ഥ. ഞങ്ങൾക്ക് പിന്നെയും ട്യൂഷൻ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കൂളിൽ പോവും, പിറ്റേ ദിവസം വൈകുന്നേരം വരുമ്പോൾ ഡാൻസ്. ഇതെന്ത് ടൈറ്റാണെന്നറിയോ ഗൈസ്. ഇപ്പോൾ എക്സാംസ് വന്നു. പക്ഷെ വേറൊരു കാര്യം, ഇന്ന് നമ്മുടെ സ്കൂൾ പൂട്ടി. അപ്പോൾ ഇനി നമുക്ക് ഡിസംബർ വെക്കേഷൻ അടിച്ച് പൊടിക്കാം, ക്രിസ്മസ് വെക്കേഷൻ. അപ്പോൾ പക്ഷെ എന്നാലും നമ്മളുടെ കുട്ടികളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് ഗൈസ്. കാരണം കുട്ടികൾക്ക് ഇതൊരു ഹെവി വർക്കാണ്. എല്ലാം അടിഞ്ഞ് തലയാകെ പുകഞ്ഞു പോവുകയാണ് കുട്ടികളുടെ. പ്രൊജക്റ്റ്, ഹോംവർക്ക്, നോട്ട്സ്, അത് ഫുൾ അങ്ങനത്തെ സംഭവം. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് കുട്ടികളെ കുറച്ച് സമാധാനപ്പെടുത്തണം നിങ്ങൾ. അതായത് ഇങ്ങനെ എപ്പോഴും വർക്ക് ലോഡ് അങ്ങനെ ആവരുത്.
അങ്ങനെ ഒരു പാരൻസ് കുട്ടികളോട് എപ്പോഴും പോയി പഠിക്കുക പോയി പഠിക്കുക പോയി പഠിക്കുക എന്ന് പറയരുത്. കാരണം അത് കുട്ടികൾക്കൊരു ഇറിറ്റേഷൻ ആവും. സോ അത് ഞാനൊരു കുട്ടി ആയതുകൊണ്ട് എനിക്ക് തോന്നാണോ അറിയില്ല. ബട്ട് എൻ്റെ പാരൻസ് എന്നെ ഒന്നും അങ്ങനെ നിർബന്ധിക്കാറില്ല. നിർബന്ധിച്ചാലും ഞാൻ അവിടുന്ന് നീക്കാൻ കുറച്ച് പണിയാണ് പഠിക്കാൻ പോവാൻ. അല്ല, ആ ടോക്ക് ഇപ്പോൾ നമുക്ക് നിർത്താം. അപ്പം നിങ്ങളുടെ കാര്യം എനിക്കറിയാം. ഞാനിപ്പോൾ പാരൻസിനോടാണ് പറയുന്നത്, കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുക. അവരെന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ. അവർക്ക് ഫ്രീഡം കൊടുക്കുക. ആകെ അവർക്ക് ലീവ് ഇടുന്ന ഒരു സാറ്റർഡേ സൺഡേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സാറ്റർഡേ സ്കൂളുണ്ടായിരുന്നു, അതിപ്പോൾ നിർത്തിച്ചിട്ടുണ്ട് സാറ്റർഡേ സൺഡേ. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു കാര്യമാണ് പറയാനുള്ളത് പാരൻസിനോട്. അവർക്ക് ഫ്രീഡം നൽകുക. ഒരിക്കലും അവരെ റൂമിനുള്ളിൽ അടച്ചിട്ട് പഠിക്കണം പഠിക്കണം പഠിക്കണം, നീ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഇറിറ്റേറ്റ് ചെയ്യരുത്. ഓക്കെ, അവരോട് കുറച്ച് നേരം ഫോൺ നോക്കാൻ പറയാം, കുറച്ച് നേരം ടി വി കാണാൻ പറയാം. അല്ല, ഫോൺ നോക്കാൻ അങ്ങനെ ഞാൻ പറയല്ല, മീൻസ് എന്താ കുറച്ചായിട്ട് എല്ലാം ചെയ്യാൻ പറയാം. പഠിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ് നമ്മുടെ ലൈഫിൽ. പക്ഷേ എപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊരു ബുദ്ധിശാലിയുമാവും, കൂടെ വട്ടുള്ള ഒരാളും ആയി മാറും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പഠിക്കാൻ പറയുക, കുറച്ച് കളിക്കാൻ പറയുക. നമ്മളുടെ 100% ബോഡിക്ക്, കുട്ടികളുടെ ബോഡിക്ക് ഒരു കാലയളവിൽ ഫുഡ് ആവശ്യമാണ്. ഫുഡ് അവരെത്ര വേണമെങ്കിൽ തിന്നോട്ടെ, തിന്നുന്നതിന് നിങ്ങളൊന്നും പറയരുത്. ഒരു ഫുഡി ബോയോ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അവർ തിന്നട്ടെ, അവർ നല്ലോണം തിന്നട്ടെ, എന്നാലേ ബുദ്ധി വർദ്ധിക്കുള്ളൂ. പഠിക്കണ്ടേ? അപ്പോൾ ഒരു നമ്മളുടെ 100% ബോഡിക്ക് ഒരു 95% വരെ, അതായത് ഒരു 5% നമുക്ക് ഫുഡ് ആവശ്യമാണ്. ബാക്കി ഒരു 15% നമ്മളുടെ കളി ആവശ്യമാണ്. ബാക്കിയൊരു ബാക്കിയൊരു 30% നമ്മളുടെ പഠിത്തം ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നൊരു ലൈഫാണ് കുട്ടികളുടെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 100%-ൽ 50-50 വേണം കളിക്കാനും പഠിക്കാനും കൊടുക്കാൻ. അല്ലാതെ എപ്പോഴും 100% നീ ക്ലാസ്സിൽ ടോപ്പർ ആവണം, പഠിപ്പാവണം, എല്ലാവരും കണ്ട് പഠിക്കാൻ, അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത് കേട്ടോ. എനിക്ക് പാരൻസിനോടാണ് ഇത് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ തോന്നി പറയാൻ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വെക്കേഷനൊക്കെ പിന്നെ കുട്ടികൾക്ക് പഠിക്കേണ്ട കാലം. വെക്കേഷനാകുമ്പോൾ പിന്നെയും ഇവിടുന്ന് ഹിന്ദി ലെറ്റേഴ്സ് കൂടി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയണം, എന്നാൽ കുട്ടികൾ പോയി കളിച്ചോളൂ, കസിൻസിൻ്റെ കൂടെ കളിച്ചോളൂ, പഠിക്കണ്ട, ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവർ നല്ലോണം ഇതാക്കണം, സന്തോഷിപ്പിക്കണം. അല്ല, അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു കുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ അവരോട് എപ്പോഴും ഇങ്ങനെ പഠിക്കുന്നു പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കും. ഓക്കെ, അതൊക്കെ എല്ലാം ഈക്വലായി കൊടുക്കണം. കുറച്ച് നേരം ഫോൺ നോക്കുക, കുറച്ച് നേരം കളിക്കുക. അല്ല, കളിക്കുക കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നിന്നോട്ടെ, കളിക്കുക പിന്നെ പഠിക്കുക. കാരണം എല്ലാം വേണം ഒരു കുട്ടികളുടെ ലൈഫിൽ. അപ്പോൾ എല്ലാം, അല്ലെങ്കിൽ പഠിക്കുന്നത് ഫുള്ളായി കഴിഞ്ഞാൽ കുട്ടി ഫുള്ളൊരു പഠിപ്പായി പോകും. അങ്ങനെ എടുത്ത് കുറച്ച് കളി വേണം. എന്നെപ്പോലെ ഞാൻ പഠിക്കുകയും ചെയ്യും കളിക്കുകയും ചെയ്യും, അങ്ങനെയാണ് ഞാൻ. അപ്പം അങ്ങനെ. പക്ഷേ എൻ്റെ ചേച്ചി അങ്ങനെയല്ല. ചേച്ചി ഇപ്പോഴും ഇരുന്ന് പഠിക്കും. ബട്ട് എനിക്കങ്ങനെ പഠിക്കാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് എന്താ പറയുക, എനിക്കങ്ങനെ എപ്പോഴും ബുക്കിന് മുമ്പിൽ വന്നിരിക്കുക അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പക്ഷെ പഠിക്കും, എനിക്ക് നല്ല മാർക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ പഠിക്കും. ബട്ട് എപ്പോഴും എനിക്ക് അങ്ങനെ ബുക്കിന് മുമ്പിൽ വരയ്ക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ സിൻസിയറായിട്ട് തുറന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇട്ടേറ്റ് ചെയ്തു, കുട്ടി പഠിക്കൂ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ലെസൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വെറും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പാർട്ട് 1 മാത്രമാണ്. പിങ്കൂസ് മോട്ടിവേഷനാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് മോട്ടിവേഷനാണിത്. ഇനിയും ഇങ്ങനത്തെ കുട്ടികളുടെ മനസ്സായ മോട്ടിവേഷൻ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. പാരൻസിനോടാണ് എനിക്ക് പിന്നെയും പറയാനുള്ളത്, കുട്ടികൾക്ക് എല്ലാം ഈക്വൽ അളവായിട്ട് കൊടുക്കുക. പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുട്ടികൾ ഇതാക്കരുത്. കാരണം കുട്ടികൾക്ക് കുറേ സ്ട്രെസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രൊജക്റ്റ്, ഹോംവർക്ക്, നോട്ട്, പിന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോവുക, പിന്നെ ട്യൂഷനുള്ള കുട്ടികൾക്കാണെങ്കിൽ ട്യൂഷൻ, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ
ഡാൻസിങ് ഉണ്ടെങ്കിൽ എന്നെപ്പോലെ ഡാൻസ് ഉണ്ടെങ്കിൽ ഡാൻസ്, പാട്ടുണ്ടെങ്കിൽ പാട്ട്, ഡ്രോയിങ് ക്ലാസ് ഉണ്ടെങ്കിൽ ഡ്രോയിങ് ക്ലാസ്. അപ്പം എല്ലാം കൂടിയായിട്ട് കുട്ടികളാകെ സ്ട്രെസ്ഡ് ആവും. അപ്പം അവരെ ഒന്ന് കൂളാക്കാൻ ചിലപ്പോഴൊക്കെ ഔട്ടിങ്ങിന് കൊണ്ടുപോവുക, ചിലപ്പോഴൊക്കെ ഓരോ സിനിമ കാണിക്കാൻ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ ടൂറിന് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ മോട്ടിവേഷൻ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സ് പറയണം. എന്നാലേ എനിക്ക് എൻ്റെ ഈ വീഡിയോ ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ.